ഹായ് എല്ലാവർക്കും ഫിഷ് ഫോർ ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വെജ് ചീസ് വാബിൻ്റെ റെസിപ്പി ആട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലത്തെ ഒരു സ്നാക്കായിട്ടും ആയിട്ട് നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. ചീസ് ഇല്ലാതെയും ഇത് ഫില്ല് ചെയ്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി പാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ ഉള്ളി, അത് നല്ല രീതിയിൽ കുനുകുനാന്ന് ചോപ്പ് ചെയ്തിട്ടിട്ടുള്ളതാണ്. അത് നല്ല രീതിയിൽ ഒന്ന് വാടി വരണം, ഒന്ന് കുറച്ചൊരു ബ്രൗണിഷ് കളറായാൽ മതി കേട്ടോ. അങ്ങനെ ആയതിനു ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുങ്ങനെ അരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് അതിൻ്റെ പച്ചമണക്കം അങ്ങോട്ട് മാറിയും തോന്നുമ്പോൾ നമുക്കതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ബീൻസ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം. വളരെ ചെറുങ്ങനെ അരിയണം കേട്ടോ. അന്നേരം നമുക്കതിന് ഫില്ല് ചെയ്ത് കഴിക്കുമ്പോൾ അതിനൊരു ഭംഗിയും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല രീതിയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്യണം, ഉരുളക്കിഴങ്ങ്. അത് ഗ്രേറ്റ് ചെയ്തിട്ടാൽ മതി കേട്ടോ. നമ്മൾ ഈ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴിഞ്ഞാൽ അത് വെന്ത് വന്നു കഴിയുമ്പോൾ ഉടഞ്ഞ് നമ്മുടെ ബോണ്ടയുടെ ഒക്കെ ഫീലിംഗ് പോലെയാവും. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ തോന്നില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാൽ അത് ഇങ്ങനെ വെറുതെ തന്നെ കിടക്കും കേട്ടോ. അതിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്ക് വേവിക്കാൻ വെക്കാം. ആ സമയം നമുക്ക് ഉള്ള മാവ് തയ്യാറാക്കാം കേട്ടോ. മാവിന് ഈ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ആ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തു. പിന്നെ 2 ടേബിൾ സ്പൂണോളം തൈരും, അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ആഡ് ചെയ്യാതിരിക്കുക, ഇപ്പോൾ ടേസ്റ്റ് ചേഞ്ച് വരും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യോ ഡാൽഡയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, അങ്ങനെ വെജിറ്റബിൾ എന്തെങ്കിലും ഓയിൽ ചേർക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ എത്ര കപ്പ് ആണോ എടുത്തിരിക്കുന്നത് ആ കപ്പിൽ തന്നെ നിങ്ങൾ ഗ്ലാസ് ആണോ ആ അളവിലെടുക്കാം. ആ അളവിൽ തന്നെ പാലെടുക്കണം. പാലാണ് ഇതിൽ ചേർക്കുന്നത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ. അതിലേക്ക് ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്കിത് ഈ ഒരു പാത്രത്തിലാക്കിയെടുക്കാം. ആ ഒരു കപ്പ് പാല് മുഴുവൻ ഇതിന് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇതാക്കിയിട്ട് നമുക്കിത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല പോയി നോക്കാം. അത്യാവശ്യം എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് ഉടഞ്ഞു വരില്ല. നല്ല ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുകൊണ്ട് ഇങ്ങനെ മസാല നല്ല വെറുങ്ങനെ കിട്ടും കേട്ടോ. അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ നമ്മൾ ബോണ്ടയൊക്കെ ചെയ്യുന്ന പോലെ കുഴഞ്ഞു പോകും. അതിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല അല്ലെങ്കിൽ മാഗിയുടെ മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചേർത്ത് നോക്കാം കേട്ടോ. നല്ല രീതിയിൽ എല്ലാം വഴകി മസാലയുടെ പച്ചമണം അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഷെസ്വാൻ സോസ് ആട്ടോ ചേർക്കുന്നത്. അപ്പം ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു സോസായിട്ടാണല്ലോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അത് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസാണ് ചേർക്കുന്നത്, പുളിനാരങ്ങ നീര്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ മാവെടുത്ത് ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കണം. നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്കിതൊന്ന് മടക്കി എടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ 1.5 കൈയിലോളം ഒഴിച്ചിട്ടാണ് ദോശ ചുടുന്നത്. നിങ്ങളുടെ കല്ലിൻ്റെയും അതുപോലെ തന്നെ ഇത് മടക്കിയെടുക്കേണ്ട പാത്രം നിങ്ങൾക്ക് ഒഴിക്കുക കേട്ടോ. 2 സ്പൂണോ അങ്ങനെ ഒഴിക്കുക കേട്ടോ. നല്ല രീതിയിൽ ചുറ്റിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കുക, കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അപ്പോൾ നമുക്ക് ചുറ്റിച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും ഹൈ ഫ്ലെയിം ആകുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ഇനി പിന്നെ ഓരോന്ന് ചുട്ടെടുക്കുന്ന സമയത്തും നിങ്ങൾ ഫ്ലെയിം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമുക്കത് മറിച്ചിട്ട് അടിഭാഗം കുറച്ചൊന്നൊരു കുമിള പോലെ ആയി വരുമ്പോൾ നമുക്കൊന്നും കൂടെ തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ദോശ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫില്ല് ചെയ്യാനുള്ള സംഭവം എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഈ ഒരു മാവിന് 4 ദോശ ഇതുപോലത്തെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടില്ല. ഒരു ലേശം മൈദയിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം കൂടി ആക്കിയിട്ടുള്ള ഒരു പശ പോലെ ആക്കി വെച്ചതാട്ടോ. ഇനി നമുക്കൊന്ന് ഫില്ല് ചെയ്യാം നമ്മുടെ ദോശ. നിങ്ങളുടെ ദോശ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെക്കുക. അതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണോളാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ദോശയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ ഫില്ല് ചെയ്യാം, മസാല ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണോളം മസാല ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഞാൻ ചീസിൻ്റെ ഷീറ്റാണ് വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ മൊസറല്ല ചീസ് പോലത്തെ ചീസായിട്ടാണെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടാം കേട്ടോ. അതാണ് ഇതിലേക്കാളും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ നിറച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പശ ഈ ഭാഗത്ത് ഇങ്ങനെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടെ അവിടെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അവിടെ ഒട്ടി കിട്ടും. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ 2 ഭാഗത്തും കൂടെ ഇതേപോലെ നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന പശ തേച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ 4 ദോശയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കപ്പ് മൈദയ്ക്ക് മസാല കുറച്ച് ജാസ്തി ആട്ടോ. നിങ്ങൾക്ക് അതുകൊണ്ട് 2 കപ്പൊക്കെ എടുക്കാം. ഈ ഒരു രീതിയിലെ മസാല. അതുകൊണ്ട് നിങ്ങൾ വെജിറ്റബിൾസൊക്കെ കുറച്ച് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 2 ഭാഗവും പശ വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ഞാൻ 4 ചെയ്ത് എടുത്തിട്ടുണ്ട്.
അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ചീസ് വെക്കാതെയും ഇത് ചെയ്താൽ വളരെ ടേസ്റ്റാണ്. ഇനി നമുക്ക് ദോശക്കല്ല് അടുപ്പത്തേക്ക് വെക്കാം. അതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട്, ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ റാപ്പ് അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്കൊന്ന് നല്ല ഇതിൽ ക്രിസ്പി ഇങ്ങനെ പൊരിച്ച് പോലെ എടുക്കണം കേട്ടോ. എന്നിട്ട് അത് കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. കുറച്ചൊരു ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോഴാണ് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവുക. രണ്ട് സൈഡും പൊട്ടാതെ ശ്രദ്ധിച്ച് തിരിച്ചിടണം കേട്ടോ, പൊട്ടി പോവരുത്. നമ്മൾ മസാലയൊക്കെ ഉള്ളതല്ലേ, നേരിയ ദോശ കൂടിയാണ്, അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മൾ പൊട്ടിപ്പോയ ചീസൊക്കെ പുറത്തേക്ക് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം ഇതാ, നമ്മുടെ റാപ്പ് ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലും ബീഫിലൊക്കെ ഫില്ല് ചെയ്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണേ.